ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് 8-ാം ദിവസം വെള്ളിയാഴ്ച തിരുസഭ തിരുഹൃദയ തിരുനാൾ ആചരിക്കുന്നു. ഈ ഭക്തി സഭയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടത് ഈശോ തന്നെയാണെന്ന് വിശുദ്ധ മർഗരീത്ത മറിയം സാക്ഷ്യപ്പെടുത്തുന്നു. 1673 മുതൽ 75 വരെ ഈശോയുടെ തിരുഹൃദയം ഈ വിസിറ്റേഷൻ സഭയിലെ സിസ്റ്ററിന് ദർശനം നൽകി. വിരൽ കൊണ്ട് താങ്ങിപ്പിടിച്ച് മുള്ളുകളാൽ ചുറ്റപ്പെട്ട് നടുവിൽ ഒരു കുരിശ് സ്നേഹത്തിന്റെ തീജ്വാലയാൽ മൂടപ്പെട്ട് കാണപ്പെടുന്നു. മനുഷ്യ സ്നേഹമാണ് ആ കത്തിക്കാളുന്ന തീജ്വാലകൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും തിരുഹൃദയ ഭക്തി പുലർത്തണമെന്ന് ഈശോ നേരിട്ട് ആവശ്യപ്പെടുന്നു. തിരുഹൃദയ ഭക്തർക്ക് 12 വാഗ്ദാനങ്ങൾ ഈശോ തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതിഷ്ഠയുള്ള കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ് ഈശോ, അനുഗ്രഹിക്കുന്നു, സമാധാനം നൽകുന്നു. അതുപോലെ തന്നെ അവരുടെ ജീവിതം മുഴുവനും ഈശോ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, തിരുഹൃദയ പ്രതിഷ്ഠ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണ്ടേ? തിരുഹൃദയ ഭക്തിയിൽ വളരണ്ടേ? എല്ലാ ഭവനങ്ങളിലും തിരുഹൃദയം പ്രതിഷ്ഠിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രതിഷ്ഠിക്കുക മാത്രമല്ല, തിരുഹൃദയത്തോട് നാം ഭക്തി പുലർത്തണം. നമ്മുടെ ജീവിതത്തെ വളരെയധികം സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും നയിക്കുവാൻ തിരുഹൃദയം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ആ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നമുക്ക് അഭയം തേടണ്ടേ? ദൈവത്തിന്റെ കൃപ നിറയട്ടെ. ആമേൻ.